ഹായ് ഡിയർ, ഗുഡ് മോർണിംഗ്. നിങ്ങൾ ഇന്ന് വാലൻറ്റൈൻസ് ഡേ ഒക്കെ ഇല്ലേ? അപ്പോൾ നിങ്ങളുടെ പഴയൊരു പ്രണയം അല്ലെങ്കിൽ നിങ്ങളുടെ കഴിഞ്ഞകാല പ്രണയത്തെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടാകാം. ആ ഒരു വ്യക്തിയെ സ്നേഹം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. അപ്പോൾ അതാണ് കറണ്ട് എനർജിയിൽ കാണുന്നത്. ചിലപ്പോൾ വാലൻറ്റൈൻസ് ഡേയുടെ അങ്ങനെയുള്ള ഒരു തോട്ടായിരിക്കും. അതല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് ഒന്ന് സംസാരിക്കണമെന്നോ അവരെ കാണണമെന്നോ ഒക്കെയുള്ളൊരു ചിന്തയായിരിക്കും. എന്തായാലും അതിലൊരു തുടക്കം ഉണ്ടാവും എന്നാണ് ഗൈഡൻസ് ഉള്ളത്. നിങ്ങൾക്ക് അത്തരത്തിലൊരു സ്നേഹം കിട്ടുന്നുണ്ടെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയിൽ നിന്നാണോ അറിയുന്നില്ല. ഒരു ഒരു സ്നേഹത്തിൻ്റെ ഒരു തുടക്കം ഉണ്ട് ഇന്നത്തെ ദിവസം. അതുപോലെ നിങ്ങളൊരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ മാറ്റമാണ് വരുന്നത്. ഇത്രയും നാളെ നിങ്ങളുടെ ലൈഫിൽ സ്ട്രഗിൾസ് ആയിരുന്നുവെങ്കിൽ അവിടെ ഇനി പോസിറ്റീവ് ചേഞ്ചസ് വന്നു തുടങ്ങും. അപ്പോൾ നിങ്ങൾ അതിലൊന്ന് ഫോക്കസ് ചെയ്യുക. നിങ്ങളത് റെസിസ്റ്റ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ കുറേ സ്ട്രഗിൾസ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ തന്നെ അങ്ങ് ആ ഒരു പാറ്റേണിലായി പോവും. പുതിയ നല്ല കാര്യങ്ങൾ വരുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളൊന്ന് എന്താ പറയുക, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിപ്പോൾ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ തയ്യാറാവുക. അതിനൊക്കെ നിങ്ങൾ ഗ്രേറ്റ്ഫുള്ളായിട്ടിരിക്കുക ഈശ്വരനോട്. ഓക്കെ. എപ്പോഴും ഇങ്ങനെ ജീവിതത്തിൽ സങ്കടങ്ങൾ മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്ന് നമ്മൾ വിചാരിക്കുന്നത് ശരിയല്ല. നമ്മുടെ ജീവിതത്തിൽ ഇനി നന്മയും വരും, നല്ല കാലവും വരും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി നിങ്ങൾ ഹോപ്പ്ഫുള്ളി മുന്നോട്ട് പോവുക. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന രീതിയിലായിരിക്കണം എന്നില്ല ജീവിതത്തിൽ സംഭവിക്കുന്നത്. അത് ചിലപ്പോൾ മറ്റ് പല കാര്യങ്ങളിലൂടെ ആയിരിക്കും നമുക്ക് ആ ഒരു സന്തോഷം കിട്ടുക. അപ്പോൾ നിങ്ങളതൊന്ന് മനസ്സിലാക്കുക. ഓക്കെ. ഹാപ്പി വാലൻറ്റൈൻസ് ഡേ. പിന്നെ വാലൻറ്റൈൻസ് ഡേ പ്രമാണിച്ച് നിങ്ങൾക്കൊരു ഓഫർ നൽകുകയാണ്. ഇന്നത്തെ ദിവസം ഏറ്റവും ആദ്യം റീഡിങ്ങിന് വരുന്ന വ്യക്തിക്ക് എന്താ പറയുക, സാധാരണ വാങ്ങുന്ന പേയ്മെൻറ്റിൽ നിന്നും പകുതി പേയ്മെൻറ്റ് നൽകിയാൽ മതിയാവും. അതുപോലെ തന്നെ വേറൊരു ഓഫറും കൂടി ഉണ്ട്. നമ്മൾ 222 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ആഘോഷിക്കാൻ ഇരുന്നതാണ്. അതിപ്പോൾ 225 ആയിട്ടുണ്ട്. ഓക്കെ. 225 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കൂടി. അപ്പോൾ 2 പേർക്കായിട്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫർ ഒരാൾക്ക് അത് ഒരു ലവ് റീഡിംഗ് ആയിരിക്കും. അത് ലവ് റീഡിംഗ് വേണമെന്നുള്ളവരാണ്. അതായത് ലവ് റിലേഷൻഷിപ്പിന് ബന്ധപ്പെട്ടുള്ള റീഡിംഗ് ആയിരിക്കും എടുക്കുക ഫസ്റ്റ് ഓഫറിൽ. സെക്കൻഡ് ഓഫറിൽ നിങ്ങൾക്ക് ഏത് റീഡിംഗ് വേണോ ആവശ്യപ്പെടാം. അപ്പോൾ 2 വ്യക്തികൾക്ക്. ഓക്കെ ഡിയർ. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ 2 പേർക്കും പകുതി പേയ്മെൻറ്റ് വീതം നൽകിയാൽ മതിയാവും, 2 പേരും. ഓക്കെ. താങ്ക് യു ഡിയർ.